അഭിനയത്തിൻ്റെ അടക്കിപ്പിടിച്ച ഊഷ്മളത എന്ന് ലോകപ്രശസ്ത നിരൂപകൻ ഡെറിക് മാൽക്കം വിശേഷിപ്പിച്ച നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടിയുടെ അഭിനയം അടക്കിപ്പിടിച്ച ഊഷ്മളത തന്നെയാണ്. എത്രയോ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ രൂപത്തിലൂടെ നമ്മൾ കണ്ടു. അദ്ദേഹം പകരക്കാരൻ ഇല്ലാത്ത നടന്മാരിൽ ഒരാളാണ്. മമ്മൂട്ടിയുടേതായ നിഷ്ഠകൾ കാത്തു സൂക്ഷിച്ച നടനാണ്. ആദ്യകാലത്ത് തന്നെ അദ്ദേഹം തൻ്റേതായ നിഷ്ഠകൾ കാത്തു സൂക്ഷിച്ചിരുന്നു. സ്ത്രീകളുമായി മുട്ടിയൊരുങ്ങി അഭിനയിക്കില്ല, മറ്റ് മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങളില്ല. സിഗരറ്റ് വലി മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ദുശ്ശീലം. അതുപോലും അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ നിർത്തി. അങ്ങനെയുള്ള ശക്തമായ ഡിസിഷൻസ് എപ്പോഴും എടുത്ത മമ്മൂട്ടി പുതിയ തലമുറയ്ക്കും കഴിഞ്ഞ തലമുറയ്ക്കും ഒരു റോൾ മോഡൽ തന്നെയാണ്. സ്ത്രീകളുമായി ഒരുമി അഭിനയിക്കില്ല എന്ന ശപഥം മമ്മൂട്ടി എടുത്തത് 1983 അതും ഒരു ചിത്രത്തിലൂടെ. ആ ചിത്രത്തിൻ്റെ പേരാണ് ചങ്ങാത്തം. ഭദ്രൻ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ചങ്ങാത്തം മനോഹരമായ ത്രില്ലറാണ്. മമ്മൂട്ടിയും മാധവിയുമായിരുന്നു ചിത്രത്തിലെ നായികനായകന്മാർ. ആ ചിത്രത്തിൽ മമ്മൂട്ടിയും മാധവിയും ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന രംഗങ്ങൾ ഒരുപാടുണ്ട്. ഒരു ഷോട്ടിൽ മമ്മൂട്ടി മാധവിയുടെ പൊക്കിളിൽ ചുംബിക്കണം. അത് മമ്മൂട്ടിക്ക് വയ്യ. മമ്മൂട്ടി ഭദ്രനോട് അത് പറ്റില്ലെന്ന് പറഞ്ഞു. ഭദ്രൻ കടുംപിടുത്തം തന്നെ പിടിച്ചു. അക്കാലത്ത് മമ്മൂട്ടി വളർന്നു വരുന്ന ഒരു താരമാണ്. ഭദ്രനെ പോലെയുള്ള സംവിധായകൻ കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ മോശപ്പേരാകും. ഭദ്രൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാധവിയുടെ പൊക്കിളിൽ ചുംബിക്കാൻ മമ്മൂട്ടി തയ്യാറായി. പിന്നീട് അതിനുള്ള ധൈര്യം മമ്മൂട്ടിക്ക് കൊടുത്തത് മാധവി തന്നെയാണ്. മാധവി അക്കാലത്ത് തമിഴ്നാട്ടിലെ സെക്സ് ബോംബാണ്. തമിഴ്നാട്ടിൽ ടിക് 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 തുടങ്ങിയ രാജപാർവൈ തുടങ്ങിയ കമൽഹാസൻ ചിത്രങ്ങളിലൂടെ മാധവി തമിഴ്നാട്ടിൽ സെൻസേഷണൽ നടിയായി മാറി. മാധവിക്ക് ധൈര്യമുണ്ട്. മാധവി മമ്മൂട്ടിയോട് പറഞ്ഞു, ഇത് അഭിനയമാണ്, നിങ്ങളത് ചെയ്തോളൂ, ഞാൻ തയ്യാറാണ്. എന്തായാലും മനസ്സില്ലാ മനസ്സോടെ മാധവിയുടെ പൊക്കിളിൽ ചുംബിച്ചു മമ്മൂട്ടി. ചങ്ങാത്തം മമ്മൂട്ടിയുടെ കുടുംബ പ്രേക്ഷകർ സ്വീകരിക്കാത്ത മൂവിയായിട്ടും മമ്മൂട്ടിയുടെ ആരാധകരും യുവാക്കളും ആ ചിത്രത്തെ ഏറ്റുവാങ്ങി. അത് ഒരു കള്ളത്തരം പറയുന്ന യുവാവിൻ്റെയും യുവതിയുടെയും കഥയാണ്. യുവതിയെ പല കള്ളങ്ങൾ പറഞ്ഞ് യുവാവ് വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച ശേഷമാണ് അറിയുന്നത് കോടീശ്വരനായി അഭിനയിച്ച് നടന്ന അയാൾ ഒരു കള്ളനാണ്. യുവതിയെയും കള്ളത്തരത്തിലേക്ക് നയിക്കുന്നു യുവാവ്. അങ്ങനെ മനോഹരമായൊരു ത്രില്ലറാണ്. മോഹൻലാലാണ് ആ ചിത്രത്തിൽ പ്രതിനായക വേഷം ചെയ്തത്. മോഹൻലാൽ മനോഹരമായി അഭിനയിച്ച ഒരു ചിത്രമാണ്. മോഹൻലാലിൻ്റെ പ്രതിനായക വേഷം ആ ചിത്രത്തിന് വലിയ ഗുണം ചെയ്തു. മോഹൻലാലിനും ആ ചിത്രം വലിയ ഗുണം ചെയ്തു. സ്വല്പം കോമഡിയൊക്കെ പറയുന്ന പ്രതിനായകൻ, ആ പ്രതിനായകനെയാണ് മോഹൻലാൽ ചങ്ങാത്തത്തിൽ അവതരിപ്പിച്ചത്. ചങ്ങാത്തം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൂവിയായിരിക്കും. കാരണം അതിലൊരുപാട് രതിരംഗങ്ങളിൽ അഭിനയിക്കേണ്ടി വന്നു. ഭദ്രൻ്റെ നിർബന്ധത്തിന് വഴങ്ങി. എന്തായാലും ആ ചിത്രത്തോടെ ഇനി താൻ നായികമാരുടെ മേനി പുണരില്ല എന്നൊരു തീരുമാനം മമ്മൂട്ടി എടുത്തു. ആ തീരുമാനം മമ്മൂട്ടിക്ക് തന്നെ പിന്നീട് മാറ്റേണ്ടി വന്നു. പല ചിത്രങ്ങളിലും മമ്മൂട്ടിക്ക് തൻ്റെ ശപഥം തെറ്റിക്കേണ്ടി വന്നു. പ്രത്യേകിച്ചും ധർത്തിപുത്ര തുടങ്ങിയ ഹിന്ദി ചിത്രങ്ങൾ, അന്യഭാഷാ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ശപഥം മാറ്റിവെക്കേണ്ടി വന്നു. മമ്മൂട്ടിയുടേതായ രീതിയിൽ ഒരുപാട് ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തിയാണ്. ആ ഡിസിപ്ലിൻ പുതിയ തലമുറയ്ക്ക് വലിയൊരു പ്രചോദനവുമാണ്. ഇപ്പോഴത്തെ ന്യൂജൻ സിനിമാ കാലത്തും അദ്ദേഹം നിലനിൽക്കുന്നത് അദ്ദേഹത്തിന് സിനിമയെ പറ്റിയുള്ള ശക്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളതുകൊണ്ടാണ്. എന്തായാലും പറഞ്ഞു വന്നത് മമ്മൂട്ടിയുടെ നാണം മാറ്റിയ മാധവിയുടെ കഥയാണ്. ചങ്ങാത്തം എന്ന സിനിമയുടെ കഥയിൽ. ആ സിനിമ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു ത്രില്ലറാണ് ചങ്ങാത്തം.